ഏവർക്കും സർക്കിൾസ് എന്ന അധ്യായത്തിലെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് കൺസ്ട്രക്ഷൻസ് അല്ലെ നിർമ്മിതികളാണ് പഠിച്ചത്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ചോദ്യം പരിവൃത്ത ആരം 3 സെന്റിമീറ്റർ, കോണുകൾ 50 ഡിഗ്രി 60 ഡിഗ്രിയും ആയ ത്രികോണം വരയ്ക്കുക. Draw a triangle with a circumradius 3 cm and angles 50 degree and 60 degree. ഒരു ത്രികോണം വരയ്ക്കണം. ത്രികോണമായ മാത്രം പോരാ, അതിൽ ഒരു കോൺ 50 മറ്റേ കോൺ 60 ആകും. കുഴപ്പമൊന്നുമില്ല. മാത്രം പോരാ, ആ ത്രികോണത്തിന്റെ പരിവൃത്തം വരച്ചാലും ആ വൃത്തത്തിന്റെ ആരം 3 ആകും. പരിവൃത്തം എന്ന് പറഞ്ഞാൽ 3 ശീർഷത്തിൽ കൂടി കടന്നു പോകുന്ന വൃത്തം. നമുക്ക് വരയ്ക്കേണ്ടത് ഒരു ത്രികോണമാണ്. വെറുതെ ഒരു ത്രികോണം വരച്ചത് കാര്യം, അതിൽ എവിടെയെങ്കിലും 3 കോണിൽ എവിടെയെങ്കിലും 2 സ്ഥലത്ത് 50 60 ഉണ്ടാവും. ഒരു കുഴപ്പമില്ല വരക്കാം. പക്ഷെ ആ 3 ശീർഷത്തിൽ കൂടി കടന്നു പോകുന്ന വൃത്തം വരക്കാൻ പറ്റും. കുഴപ്പമില്ല. അങ്ങനെ വൃത്തം വരച്ചാൽ ആ വൃത്തത്തിന്റെ റേഡിയസ് ആരം എത്രയാകണമെന്നോ 3 ആകണം. ഇത്രയും കാര്യങ്ങളൊക്കെ ത്രികോണം ഉണ്ടാവണം, കോണുകൾ 50 60 ഉണ്ടാവണം, ആ 3 വെർട്ടെക്സിൽ കൂടി പാസ് ചെയ്യുന്ന സർക്കിൾ, അതാണ് സർക്കിൾ, അത് വരക്കണം. ആ സർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇതാണ് നമ്മൾ വരക്കണം. ഇങ്ങനെ രൂപമാണ് വരക്കണം. ഒരു വൃത്തം, ഒരു ത്രികോണം, ത്രികോണത്തിന്റെ 3 ശീർഷങ്ങളും വൃത്തത്തിലായിരിക്കണം. 3 തരണം, ഉള്ളിലേക്കോ പുറത്തുനിന്നോ പണ്ട്. അതിൽ 2 കോണുകൾ എവിടെയെങ്കിലും 2 കോണ് 50 60 ഉണ്ടാകും. ഓക്കെ, തുടങ്ങാം. ആദ്യം ഏകദേശം രൂപം മനസ്സിലാക്കുക. ഇങ്ങനെ ആണ് നമ്മൾ വരക്കാൻ പോകുന്നത്. ആദ്യം മനസ്സിലാക്കി തന്ന 2 കോണുകൾ, ചിലപ്പോൾ 3 കോണുകൾ, 2 കോണെന്നാൽ 3ാമത്തെ കോണ് ഇതൊക്കെ ആവശ്യമില്ല. 3 കോണം കൂട്ടിയാൽ 180 അല്ലേ. ഇത് 50 60 ആണെങ്കിൽ 3ാമത്തെ കോൺ എത്ര? 50 60 കൂട്ടിയാൽ 110, 1ാമത് 70. അതിന്റെ ആവശ്യമില്ല. 2 കോൺ തന്നാൽ മതി. അതിൽ ഏതെങ്കിലും ഒരു കോണിന്റെ ഡബിൾ എടുക്കും. 50ന്റെ അല്ലെങ്കിൽ 60ന്റെ ഇരട്ടി. നമ്മൾ പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ 50ന്റെ ഇരട്ടിയാണ് എടുക്കുന്നത്. എത്ര? 50ന്റെ 60ന്റെ ഇരട്ടി എടുക്കണ്ട, എടുത്ത് ചെയ്താൽ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്രയാണോ റേഡിയസ് ആരം അത്ര ആരത്തിൽ ഒരു വൃത്തം വരക്കണം ആദ്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആരം 3 ആണ്, 3 ആരമുള്ള വൃത്തം വരക്കണം. ആരം 3 എടുത്തു, വൃത്തം വരക്കണം. നമ്മൾ ആദ്യം ചെയ്യുന്നത് കാണിക്കാൻ ആരം 3 ഉള്ള ഒരു വൃത്തം വരച്ചു. ഓക്കെ, ഇനി ത്രികോണം കോണും ചെയ്യാം അല്ലെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് എങ്ങോട്ട് വരച്ചാലും അത് റേഡിയസ് ആണ്, ആരമാണ്. നമ്മൾ ഒരു ആരം ഇങ്ങനെ വരണം, ഇങ്ങോട്ട് വരച്ചു, ഇത് റേഡിയസ് ആണല്ലോ അല്ലെ. ഇനി ചെയ്യണം 50 ഡിഗ്രിയുടെ ഡബിൾ എത്രയാണ്? 100. ആ 100 ഡിഗ്രി നമ്മൾ ഇവിടെ ഇതിന്റെ പകുതിയാണ് അവിടെ വരെ വെച്ചത്. നമ്മളിവിടെ 100 ഡിഗ്രി മെഷർ ചെയ്താൽ ഇവിടെ നമുക്ക് അതിന്റെ പകുതി 50 പോകും. നമ്മളെ കോണുകൾ വരുന്നത് ഈ വൃത്തത്തിലാണ്. ത്രികോണം വരക്കാണ്ട് നമുക്ക് ആ ത്രികോണത്തിന്റെ 3 ശീർഷകം എവിടെ? വൃത്തത്തിലേക്ക് തട്ടും. അപ്പൊ ആ 3 ശീർഷകങ്ങൾ തട്ടുന്ന സ്ഥലത്താണ് കോണ് വരിക. അപ്പൊ കോണ് ഇവിടെ വരും. 50 60 70 എവിടെ വരാം? ഒന്നാം ഭാഗത്തൊന്ന് ഇവിടേക്ക് വരും അല്ലെ. ഇവിടെ നമുക്ക് 50 എടുക്കാം, നമ്മൾ ഇവിടെ അതിനെ ഇരട്ടിടും. ഓക്കെ, പ്രൊട്രാക്ട് ഈ കോണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റിന് പ്രൊട്രാക്ടിന്റെ പോയിന്റ് വെച്ചിട്ട് ഇങ്ങോട്ട് ഒപ്പമാകും അല്ലെ. പ്രൊട്രാക്ടിന്റെ കൂട്ടില്ലേ അത് ഇവിടെ വെക്കാം. ഈ ലൈനില്ലേ ആ ലൈനിന്റെ ഒപ്പം. ഇത്രയും കാര്യങ്ങൾ നോക്കാം. പ്രൊട്രാക്ടിന്റെ ഈ പോയിന്റ് ഇതില് സെന്റർ ആവണം. പ്രൊട്രാക്ടിന്റെ ഈ വര എങ്ങനെ കാണാം, അത് വരെ ഇതിനൊപ്പം നിൽക്കുമ്പോൾ ഒക്കെ സെറ്റ് ആവണം. ഓക്കെ, എന്നിട്ട് നമ്മള് 100 ഡിഗ്രി 100 ഡിഗ്രിയാണ് ഇവിടെ നടക്കുക. ഇവിടുന്ന് ഇങ്ങനെ വന്നാൽ 100 കാണാം, ഇവിടുന്ന് ഇങ്ങനെ വന്നാൽ 100 കാണാം. ഇവിടുന്നാണ് നടക്കുക. ഈ ഭാഗം നടക്കുക, ഈ മേഖലല്ലേ.
അപ്പൊ അവിടെ 0, 10, 20 ഇങ്ങനെ പോകുന്ന നമുക്ക് ദൂരം കാണാം. 60, 70, 80, 90, 100. 100 ഇതാണ്. ഇനി അങ്ങോട്ട് വരാം. ഇതാണ് 100 ഡിഗ്രി. ക്വസ്റ്റ്യനിൽ 100 ഇല്ല. ഈ 100 ഇവിടെ അളന്നാൽ നമുക്ക് ഇതിന്റെ പകുതി അവിടെ വരും അല്ലെ. ഈ ചാപത്തിന്റെ കേന്ദ്രം കൊണ്ട് പകുതി മറുഭാഗത്തിൽ പഠിച്ചില്ലേ. അപ്പൊ ഇവിടെ 100 അളന്ന് ഇവിടെ 50 കിട്ടാൻ വേണ്ടി. ഇനി ഇതെങ്ങനെ യോജിപ്പിക്കും? ഇവിടെ ട്രയാങ്കിൾ ഫോം. ഓക്കെ, ഈ കോണത്തിനോ 100 ആകുമ്പോ ഇത് കൂട്ടി 80 ആണ്, 40 ആകും അല്ലെ. ഇതെല്ലാം നമ്മൾ ത്രികോണം. ഈ ത്രികോണത്തിന്റെ പരിവൃത്തമാണോ 3 ശീർഷം വൃത്തത്തിൽ കാട്ടണം. ആ ത്രികോണത്തിന്റെ 2 ശീർഷം ഇതാ, ഒന്നും ഇതാ, രണ്ടെണ്ണായി. മൂന്നാമത്തത് ഇവിടെ എവിടെയോ ഉള്ളൂ. അത് എവിടെയെന്നുള്ളത് ഇപ്പൊ പറയും. നമ്മൾ ഒരു കോൺ 50, ഒരു കോൺ 60, ഒരു കോൺ 70 ആക്കാം. 9, 60, മൂന്നാമത്തെ 7 ആയിരിക്കും അല്ലെ. എവിടെ 50 വരിക? നമ്മൾ മുകളിലാണ് 50 വരിക. അപ്പൊ ഇവിടെയാണ് നമ്മൾ 50 എടുക്കുന്നത്. നമുക്ക് ഇവിടെയാണ് 50 എടുക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര വരണം? 60. ഒരു കോൺ 60, ഒരു കോൺ 50 ആണെങ്കിൽ സെറ്റായി. മൂന്നാമത്തെ കോൺ 70 വരും. നമുക്ക് നോക്കണ്ടാവും. ഇത് 40 ആണ്. അപ്പൊ 60 ഇവിടെ എടുക്കാം. ഇങ്ങനെ വരണം. നമുക്ക് ഇങ്ങനെ 40നേക്കാൾ കുറച്ച് കൂടും 60. ഇതിലൂടെ പോയാൽ 40, 60 ഇതിലൂടെ പോകും. അപ്പൊ ഇവിടെ നമ്മളൊരു 60 ഡിഗ്രി മെൻഷൻ ചെയ്യാം. അവിടെ പ്രൊട്രാക്ട് വെച്ചിട്ട് 60, 40 ഉള്ളൂ. ഇതിനേക്കാൾ കുറച്ച് കൂടുതൽ 60 പ്രൊട്രാക്ടിന്റെ പോയിന്റ് ഇവിടെ ഉണ്ട്. ഈ പോയിന്റ് ഈ ലൈനും മാച്ച് ചെയ്യാം. പോയിന്റ് ഓക്കെ ആയി, ലൈൻ മാച്ച് ചെയ്യാം. ഇനി അടുത്തത് 60 ഡിഗ്രി. ഇവിടെ ഈ ലൈൻ്റെ ഒപ്പം അതുകൊണ്ട് ഇവിടുത്തെ 0, 10 അങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ 3 വരുമ്പോൾ നമുക്ക് 40, ഈ വില 40 ആണ്. കഴിഞ്ഞ 50, 60 നമ്മുടെ കാണാം. ഇതാണ് 60 ഡിഗ്രി. ഇനി ഇത് ഇങ്ങനെ വിളിക്കുക. ഈ പോയിന്റ് കിട്ടി. ഈ പേടിക്കണ്ട. 1, 2, 3 ത്രികോണാണ്. ഈ 100 ഇവിടെ 50 വരും. ഇനി ഇവിടേക്ക് വെച്ചാൽ ഇത് 100 ആകുമ്പോ ഇത് 50. ABC ഇതാണ് നമ്മുടെ ത്രികോണം. പ്രത്യേകത 3 ശീർഷങ്ങളും വൃത്തത്തിലാണ്. എന്ന് പറഞ്ഞാൽ പരിവൃത്തം. ഈ ത്രികോണത്തിന്റെ പരിവൃത്തം കറക്റ്റ്. കോണുകൾ 50, 60 അല്ലേ. ഇതാ ത്രികോണത്തിന്റെ ഒരു കോൺ. ഈ ABCയുടെ മറ്റേ കോൺ അത് എത്ര ഉണ്ടാവും? 60 ആകുമ്പോ അല്ലേ. ഇത് 50, ഇത് 60. ഇതായിരിക്കുമായി 70. എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ത്രികോണം ABC 3 ശീർഷ വൃത്തത്തിലാണ്. അപ്പൊ പരിവൃത്തമായി സെറ്റായി. കോണുകൾ 50, 60, 70. ആരം പിന്നെ ഓൾറെഡി 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. പക്ഷെ ചിത്രം വരക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വന്നേക്കാം. റേഡിയസ് ആരം, പരിവൃത്ത ആരമാണ്. സർക്കം റേഡിയസ് 3.5 സെന്റിമീറ്റർ. കോണുകള് 32.5, 37 ഡിഗ്രി. 2 കോണം മതി. മൂന്നാമത്തെ ആവശ്യം 1000 ത്രികോണം ട്രയാങ്കിൾ വേണം. ആംഗിൾസ് 32.5, 37.5. സർക്കം റേഡിയസ് 3.5. അങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ വേണം. സർക്കം റേഡിയസ് ആണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഈ കോണുകളിൽ ഒരാളുടെ ഡബിൾ നമുക്ക് ഇവന്റെ ഡബിൾ. ഇത് സൈഡിലാണ് എടുത്ത 32ന്റെ ഇരട്ടി 64. അപ്പൊ 32 നമ്മളോ 64, 65 അല്ലെ. 65 ഡിഗ്രി. ഇതാണോ? ഇനി നമ്മൾ ഈ റേഡിയസിൽ സർക്കിൾ ഇതാ സെന്റർ എടുക്കാം. 3.5 എടുത്തു. കുറച്ച് കൂടും. മൂന്നര ആരമുള്ള വൃത്തം വരച്ചു. ഇനി വേണ്ടത് 32. ഇവിടേക്കാണ് കോണുകൾ നമുക്ക് വേണ്ടത്. ഇവിടെ വരുന്നതിന് പകരം നമ്മൾ ഇവിടെ ഇരട്ടിയെടുക്കും. ഇവിടെ 32. ആരുടെ ഇരട്ടി എടുത്തിരിക്കുന്നത് 32 അല്ലേ. അപ്പൊ 32 അവിടെ വരണമെങ്കിൽ ഇവിടെ അതിന്റെ ഇരട്ടി 65 എടുത്താൽ ഒരു കാര്യം. റേഡിയസ് ആര് വരക്കുക? 65 വരക്കുക.
65 ഡിഗ്രി ഉണ്ട്. എങ്ങനെ വെക്കാം? പ്രൊട്രാക്ടിങ് ആംഗിൾ ആണ്. പ്രൊട്രാക്ട് ഇങ്ങനെ ലൈൻ സെറ്റായി വെക്കാം. പോയിന്റ് ഓക്കെ ആണ്. 65 ആണ്. ഇവിടെ ഒക്കെ ഓക്കെയാണ്. നമുക്ക് 0, 10, 20, 30, 40, 50, 60, 70. 60ന്റെ 70ന്റെ നടുക്ക് 65 ആണ്. ഇതാണ് 65 ഡിഗ്രി. ഇത് നമുക്ക് ഇങ്ങനെ വരാണ്ട് അല്ലേ? നേരത്തെ നമുക്ക് പെട്ടെന്ന് 32. നേരത്തെ നമ്മൾ ഇവിടുത്തെ പോലെ പെട്ടെന്ന് ഇതിന്റെ പകുതി 65ന്റെ പകുതി 32 ആണ്. നേരത്തെ വന്ന മാതിരിയല്ല ചിത്രം വരിക. ചെറിയൊരു ചേഞ്ച് ഉണ്ടാവുമ്പോ എന്താ കാരണം പറയാം. ഇനി നമുക്ക് നീട്ടിയെടുക്കാം. അപ്പൊ ഇതാണ് 2 1 2. മൂന്നാമത്തെ ഇവിടെ വരാണ്. ഇതും ഇതൊക്കെ എത്ര ഡിഗ്രി ഉണ്ടാവും? നമുക്ക് ഇവിടെ 65 തന്നില്ല. ഇവിടെ ഒരു സ്ഥലത്ത് അതിന്റെ പകുതി 32 വരും. ഇനി ഒരു 37 നമുക്ക് ഇവിടെ അളക്കാം. ഇത് എത്ര ഉണ്ടാവും? ഇത് 65 ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? 60 ആണ്. ഈ ബാക്കി 120. 65 ആയതുകൊണ്ട് ഇത് 125 115. 115 പകുതി അങ്ങോട്ട് കൊണ്ട് പോകുമ്പോ 110ന്റെ പകുതി 55 57 വീതം. 57 ഉണ്ടാവും. 57. നമുക്ക് 57നേക്കാൾ കൂടുതൽ വേണമെങ്കിൽ നമ്മുടെ ചിത്രം ഇങ്ങോട്ട് ഇതിലേ ഇടാം. നേരത്തെ നമുക്ക് 40നേക്കാൾ വലുത് 69 വന്നു. ഇനി നമുക്ക് വേണ്ടത് ഇത് ശരിക്കും എന്തോ ഇത് 57നെയാണ്. നമുക്ക് 57നേക്കാൾ വേണ്ട. 57 കുറവ് മതി. അത്ര നമുക്ക് വേണ്ടത് 37. ഇത് 57 ഉണ്ട് അല്ലേ? 37 എന്ന് പറയുമ്പോ പ്രൊട്രാക്ട് ഇവിടുത്തെ എത്തൂല. അവിടെ നോടുന്നോ ഈ കൂടെ ചിത്രം പോവാ. വേറെ എങ്ങനെ പോട്ടോ? ഇവിടുന്ന് 37 അടക്കണം. ഇത് മൊത്തം 57 ഉണ്ട്. അത് നമുക്ക് വേണ്ട. 57നേക്കാൾ കൂടുതൽ വേണമെങ്കിൽ നമ്മുടെ ചിത്രം നേരത്തെ വെച്ചമായി ഇതിലൂടെ പോവാ. ഇത് ഈ ഉള്ളിലൂടെ പോവാ. 37 പ്രൊട്രാക്ട് വെക്കുക. ഇതിനൊപ്പം ചേർത്തൊക്കെ ഉണ്ടോ? 37 10 20 30 എന്താ 0 10 20 30 40 35 36 37 37 ഇവിടെ നോക്കട്ടോ. ഏകദേശം ഇവിടെ വരും. അങ്ങോട്ട് നീട്ടുക. ഇത് മൊത്തം ഉണ്ട്. നമുക്ക് വേണ്ട. നമുക്ക് ഇതിലൂടെ പോയാൽ 30. ഇതാണ് നമ്മുടെ 37. ഇത് ഫുള്ളില്ല കേട്ടോ. ഇവിടെ നിങ്ങളുടെ ഫുള്ളല്ല. ഉള്ളെടുത്ത് 57 ഉണ്ടാവും. 37. ഇതാണ് നമ്മുടെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റാണ്. മൂന്നാമത്തെ പോയിന്റ് 65ന്റെ പകുതി 32. ABC. ഇതാണ് നമ്മുടെ ത്രികോണം. നേരത്തെ ഇതിലൂടെ വന്നത് മറ്റൊന്നുമല്ല. ഈ ചിത്രം ഇങ്ങനെ വരാനുള്ള കാരണം ഇതിലെ 2 കോണൊക്കെ മൂന്നാമത്തെ കോണിനെ കുറിച്ച് മനസ്സിലാക്കി. നേരത്തെ കോണെങ്കിലും 50ഉം 60ഉം മൂന്നാമത്തെ 70. ഈ 3 കോണും 90നേക്കാൾ താഴെയാണ്. ന്യൂനകോണുകളാണ്. അതുകൊണ്ട് ത്രികോണം ന്യൂനത്രികോണമായി. എന്നാൽ ഇതിലെ മൂന്നാമത്തെ കോണിന്റെ പ്രത്യേകത ഇത് കൂട്ടിയാൽ 30 30 60 69 ഇത് 70 ആണ്. മൊത്തം കൂട്ടി 70. അപ്പൊ മൂന്നാമത്തെ കോണ് 110 ആവും. ആ മൂന്നാമത്തെ കോണ് 90നേക്കാൾ കൂടുതലായതുകൊണ്ട് അതിനെ ബൃഹത് ത്രികോണം എന്ന് പറയും. അല്ലെ? ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ അങ്ങനെ പറയാം. അപ്പൊ ഇതാണ് ആ ത്രികോണം. ഇതാണ് ആ മൂന്നാമത്തെ കോൺ. ABC എന്ന ത്രികോണം. ഇതാണ് പുതിയ ത്രികോണം. അപ്പൊ ത്രികോണം ഇങ്ങനെ വരിക. ചില സമയത്ത് ഇങ്ങനെ വരും. 3 കോണുകളിൽ ചിലപ്പോൾ 3 ചിലപ്പോൾ 2 വരുള്ളൂ. 3 കോണ ആലോചിക്കുക. അതിൽ ഏതെങ്കിലും ഒന്ന് 90നേക്കാൾ കൂടുതലാണ് ഈ ചിത്രം ഇങ്ങനെ വരാറ്. ഇങ്ങനെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ വൃത്തകേന്ദ്രത്തിലൂടെയുള്ള ഒരു വര ഒരു ഞാണിനെ 2ആയി മുറിക്കുന്നു. വൃത്തത്തിന്റെ ആരം എത്ര? ഇൻ ദ പിക്ചർ എ ലൈൻ ത്രൂ ദ സെന്റർ ഓഫ് എ സർക്കിൾ കട്ട്സ് എ കോഡ് ഇൻടു 2 പാർട്സ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഇങ്ങനെയാണ് ചിത്രം. ഒരു വൃത്തം, ഇതതിന്റെ കേന്ദ്രം, ഇതൊരു ഞാൻ, ഒരു കോഡ്. ഇവിടെ നിങ്ങളുടെ 4ഉം ഇത് 6ഉം. അതാണ് മൊത്തം ഈ കോഡ് ഞാണ് 10 നീളമുണ്ട് അല്ലെ? 10 സെന്റിമീറ്റർ. ഇവിടുത്തെ ഇങ്ങോട്ട് ഒരു വര 5 സെന്റിമീറ്റർ. കണ്ടുപിടിക്കേണ്ടത് ഈ വൃത്തത്തിന്റെ ആരം എത്രയാണ്? റേഡിയസ് ഇല്ല. ഇത് 4ഉം 6ഉം 5 ഇതിൽ ഏതും റേഡിയസ് ഇല്ല അല്ലെ?
ഈ വര ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടം വരെ വന്നിരുന്നെങ്കിൽ അതാണ് റേഡിയസ് എന്ന് പറയും. ഇതാണ് 5. കുറച്ചുകൂടെ നീണ്ടായ റേഡിയസ് ആരാകും? അപ്പൊ തന്നെ മനസ്സിലാക്കാം റേഡിയസ് 5-നേക്കാൾ വലുതാന്ന് മനസ്സിലാക്കാം. നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം, ഒരു വൃത്തത്തില് 2 ഞാണുകള് എ ബിയും സി ഡിയും ഉള്ളിൽ കൂട്ടിമുട്ടിയാൽ ആ ഞാണുകളുടെ ഭാഗങ്ങളുടെ ഗുണനഫലങ്ങൾ തുല്യം. പി എ ഇൻറ്റു ബി ബി സമം പി സി ഇൻറ്റു പി ഡി. 2 ഞാണുകൾ ഉള്ളിൽ കൂട്ടിമുട്ടി. ഇതൊരു ഞാനാണ് സംബന്ധിച്ചു. ഇതൊരു ഞാനായിട്ടില്ല അല്ലല്ലോ. ഇതിനൊരു ഞാനാക്കണമെങ്കിൽ ഇങ്ങോട്ട് മാത്രം നീട്ടിയാൽ പോരാ, അങ്ങോട്ടും നീട്ടും. അപ്പൊ നമ്മൾ ഇത് നീട്ടി വരയ്ക്കാം. നമുക്ക് തൽക്കാലം പേര് കൊടുക്കാം. ഇത് എ, ഇത് ഒ. ഇവിടെ നമുക്ക് തൽക്കാലം പി കൊടുക്കാം. ഓക്കെ. ഒ പി 2 ഭാഗത്തേക്ക് നീട്ടി വരാം. ഇങ്ങോട്ട് നീട്ടി അങ്ങോട്ട് നീട്ടി. ഓക്കെ. നമുക്ക് ഇവിടെ സി കൊടുക്കാം, ഇവിടെ ഡി. റെഡി? പി എ എത്രയാണ് നമുക്കറിയാം. പി എ 4 പി ബി 6. ഓന്ന് പി വരെ ഒ പി എത്ര ഉണ്ട്? 5 അല്ലെ? ഒ പി 5. ഇവിടെ ഈ വൃത്തത്തിൽ കാണുന്ന ആരങ്ങൾ ഓയിൽ നിന്ന് പോകുന്ന ഓടി, അതുപോലെ ഓസി. ഓടിയും ഓസിയൊക്കെ ആരങ്ങളാണ്, അതാണ് കാണുന്നത്. തൽക്കാലം നമുക്ക് ഇതല്ലേ ആരം ഓടി, അതിനെ ശേഷം 6 കൊണ്ട് സൂചിപ്പിക്കും. ഓടി ആരത്തെ 6 കൊണ്ട്, അപ്പൊ അത് 6. അങ്ങനെയാണെങ്കിൽ ഓടി സമം ശേഷം 6 ആണെങ്കിൽ അതുപോലെ വേറൊരു റേഡിയസ് കൂടി ഓയിൽ നിന്ന് വരുന്നത് ഓസി എത്ര ഉണ്ടാവും? അപ്പൊ ഓസി തന്നെ എത്രയും റേഡിയസ് ആരമാണ്. അപ്പൊ ഇവിടെ നിന്നിട്ട് ശേഷം 6 അല്ലെ? ഇവിടെ നിന്നിട്ട് 6. ഒ പി നമുക്കറിയാം 5 ആണ്. ഒ പി 5. അപ്പൊ നമുക്ക് ഇത് എത്രയാണ് കിട്ടും? ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഇത് 5 അല്ലേ? ഇത് മൊത്തം 20 ആണ്. ഇത് മൊത്തം 20 എത്തിയോ? ഇവിടുന്ന് ഇവിടം വരെ 20, അതിൽ ഇത് 5 ആണെങ്കിൽ ഇത് ബാക്കി 15 ഉണ്ടാവും. ഇത് മൊത്തം എത്രയാണോ അതിന് 5 കുറച്ചത് കിട്ടും. ഇവിടുന്ന് ഇവിടം വരെ 6 ആണ്. അതിൽ ഇത് 5 സെന്റിമീറ്റർ എത്ര ഉണ്ടാവും? ഈ സാധനം R മൈനസ് 5. ഏതാണ്? പി സി എത്ര ഉണ്ടാവും? R മൈനസ് 5. ഇത് 4 ആണ്, ഇത് 6 ആണ്. ഇത് R മൈനസ് 5, ഇത് 5, ഇത് 6. ഇനി ഇങ്ങനെ വെക്കുക. പിയിൽ നിന്നും പോകുന്ന 4 കഷ്ണങ്ങൾ പി എ, പി ബി, പി സി, പി ഡി 4 വ്യക്തമാണ്. പി എ റെഡിയാണ്, പി ബി റെഡിയാണ്, 6 സെന്റിമീറ്റർ. പി സി എത്രയാ? പി സി അത് റെഡിയാണ്. പിന്ന് ഡി വരത്തണം. നമുക്ക് പി എ, പി ബി, പി സി, പി ഡി 4 പിന്ന് ഡി വരത്തണം. ഇവിടുന്ന് ഇവിടെ വരെ ശേഷം 6, ഇവിടുന്ന് ഇങ്ങോട്ട് 5 സെന്റിമീറ്റർ. അപ്പൊ എത്ര ഉണ്ടാവും? പി ഡി എത്ര ഉണ്ടാവും? ശേഷം 6 ക്ക് 5 കൂട്ട് R പ്ലസ് 5. അതാണ് പി ഡി ആയിട്ട് R പ്ലസ് 5. അപ്പൊ പി എ, പി ബി, പി സി, പി ഡി ഈ 4 വെച്ച് നമ്മൾ ഓക്കെ. ചിത്രത്തിൽ എ ബി സി ഡി എന്നീ ഞാണുകൾ പിയിൽ കൂട്ടിമുട്ടുന്നു. അതുകൊണ്ട് നമുക്കറിയാം പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. ഓക്കെ. പി എ ഇൻറ്റു 4 ഇൻറ്റു 6 അല്ലെ? 4 ഇൻറ്റു 6 സമം പി സി ഇൻറ്റു പി ഡി R മൈനസ് 5 അല്ലെ? പി സി ഇൻറ്റു പി ഡി R പ്ലസ് 5. ഓക്കെ. ഇനി ഇത് കുറിച്ച് 6 4 24 R മൈനസ് 5 ഇൻറ്റു R പ്ലസ് 5. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ആദ്യത്തിന്റെ സ്ക്വയർ മൈനസ് രണ്ടാമത്തിന്റെ സ്ക്വയർ. 6ന്റെ സ്ക്വയർ മൈനസ് 5ന്റെ സ്ക്വയർ. 24 അടക്കട്ടെ സമം R സ്ക്വയർ മൈനസ് 5ന്റെ സ്ക്വയർ 25 അല്ലെ? ഈ സമം 24 കൂടെ എഴുതി സമം R സ്ക്വയർ എഴുതി മൈനസ് 25 കൊടുക്കുമ്പോൾ പ്ലസ് 25. 24 എത്ര കൂട്ടിയതല്ലേ? 49 അല്ലെ? 49 സമം R സ്ക്വയർ. തിരിച്ചു കഴിഞ്ഞാൽ R സ്ക്വയർ സമം 49. R സ്ക്വയർ 49 ആണ്. R സമം 49 ആരുടെ സ്ക്വയർ? റൂട്ട് എടുത്താൽ മതി അല്ലേ? R സ്ക്വയർ 49 ആണെങ്കിൽ R ത്രികാരം 7. അപ്പൊ 6 കിട്ടി. 7 സെന്റിമീറ്റർ റേഡിയസ്. വൃത്തത്തിന്റെ ആരം റേഡിയസ് എത്രയായി? 7 സെന്റിമീറ്റർ. അപ്പൊ ഇവിടുന്ന് കണ്ട 7 ആണ്. അത് 2 ആണ്. ഓക്കെ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വര
വൃത്തത്തിലെ ഒരു ഞാണുമായി കൂട്ടിമുട്ടുന്നു. ഞാണിന്റെ രണ്ടു ഭാഗങ്ങളുടെയും നീളം എത്രയാണ്? In the picture, a line through the center of a circle meets a chord of the circle. What are the lengths of the two pieces of the chord? Okay, ഇതാണ് ശരി. ഒരു വൃത്തം, കേന്ദ്രം, ഇതൊരു ഞാണ്. എത്ര നീളമുണ്ട്? 13 നീളം. കേന്ദ്രത്തിൽ നിന്നും ഇവിടെ വരെ 7 സെന്റിമീറ്റർ തന്നിരിക്കുന്നു. ഇതുകൊണ്ട് ആരം തന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തിൽ ആരം കാണാനായിരുന്നു. ഇവിടെ റേഡിയസ് ആരം തന്നിരിക്കുന്നതിന് 7 സെന്റിമീറ്റർ. ഓക്കെ, നേരത്തെ ഇവിടെ 4 3 ആയിരുന്നു അല്ലേ? എന്നിട്ട് നമ്മള് അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടു? ആരം. ഇവിടെ ആരം തന്നിരിക്കുന്നു. കണ്ടുപിടിക്കേണ്ടതാണോ ഈ 13 സെന്റിമീറ്ററിലെ ആ ഞാണിന്റെ 2 പീസുകൾ? ആ 13 എങ്ങനെയാണ് മുറിയുന്നത്? ചിലപ്പോ ഇത് 2 അത് ബാക്കി 11, ചിലപ്പോ 3 10, ചിലപ്പോ 6 7 അല്ലെ? 13 2ആയിരിക്കും. ഈ 2 പീസുകൾ, ഈ 2 കഷ്ണങ്ങളുടെ പാദങ്ങളുടെ നീളമാണ് കാണുന്നത്. തുടങ്ങണം. നമുക്ക് ഇതിന് ഏരി പേരുണ്ട്. ഇത് റേഡിയസ് ആണ്. തൽക്കാലം നമ്മൾ വായിക്കുക. റേഡിയസ് 7 സെന്റിമീറ്റർ കൊടുക്കും. ഇവിടെ നമുക്ക് പി കൊടുക്കാം അല്ലെ? പി കൊടുക്കും. OP 2 ഭാഗത്തും നീട്ടി വരും. ഒരിടത്ത് സി കൊടുക്കും, മറ്റൊരു ബി കൊടുക്കും. എബിയും സിഡിയും പിയിൽ ഖണ്ഡിക്കുന്നു. റിസൾട്ട് നമുക്ക് പഠിച്ച പറയാം. PA × PB = PC × P അല്ലെ? ഇതറിയില്ല, ഇത് എത്രയെന്ന് അറിയില്ല. അത് രണ്ടാണ് കാണുന്നത്. P ന്ന് A വരെ എത്രയുണ്ടെന്ന് കാണണം, PB കാണും. ഇത് കിട്ടിയാൽ പിന്നെ അത് കിട്ടാൻ എളുപ്പമാണ്. ഇത് 2ആണ്. ഇത് ബാക്കി 14 13 കൂട്ടിയാണ്. ഈ 2 കഷ്ണങ്ങളാണ് കാണും. ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെ 3. ഇതാണ് 3 സെന്റിമീറ്റർ. ഇതെത്ര ഉണ്ട്? അതിന്റെ ആരം 7 സെന്റിമീറ്റർ. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ ഏതൊക്കെയാണ്? OD എന്ന് പറഞ്ഞാൽ ആരമാണ് 7 സെന്റിമീറ്റർ. അതുപോലെ OCയും ആരമാണ് 7 സെന്റിമീറ്റർ. OD 7 സെന്റിമീറ്റർ, OC 7 സെന്റിമീറ്റർ. ഇവിടുന്ന് ഇവിടം വരെ 7 ഉണ്ട്. അതിന് OP തന്നെ എത്രയാണ്? 3 ആണ്. OP = 3 ആണ്. അപ്പൊ അത് ബാക്കി എത്രണ്ടാവും? ഇവിടുന്ന് ഇവിടം വരെ 7, ഇത് 3, ഇത് ബാക്കി 4 ഉണ്ടാവും. ഏതാ? അതുകൊണ്ട് PC എത്രയും 7 ന് 3 4. അപ്പൊ ഇത് കിട്ടി 4. ഇത് 4, ഇത് 3, ഇത് 7 ആണ്. ഇത് PA, ഇത് PD. PAയും PBയും കൂട്ടി എത്ര ഉണ്ടാവും? PAയും അതിനോട് അങ്ങോട്ടുള്ള PBയും കൂട്ടിയാൽ 2 കഷ്ണങ്ങൾ ഓരോന്നും അറിയില്ല. കൂട്ടി എത്ര? 13 ആണെന്നാണ്. റെഡി? ആവശ്യം. നമ്മുടെ റിസൾട്ട് എന്താ? PA × PB = PC × PD അല്ലേ? ഇത് ഇതാണ് 4 അല്ലേ? ഇത് PA, ഇത് PB കൂട്ടിയാ 13. ഓരോന്നും കാണും. ഇത് മൊത്തം എത്ര ഉണ്ടാവും? CD. CD എന്ന് പറഞ്ഞാൽ വ്യാസമാണ്, ആരത്തിന്റെ ഇരട്ടി, ഡയമീറ്റർ ആണ്. 14 ഉണ്ടാവും. 7, 3, 10, 4, 14 അല്ലെ? PA, PB, PC, PD. PCയും PDയും ഓരോന്ന് പറയാം. P എന്ന് C, അതുപോലെ P എന്ന് B. ഇതെത്ര ഉണ്ടാവും? PD. PC 4 ആണ്. PC 4. PDയോ? PD 3ഉം 7ഉം കൂട്ടിയാൽ മതി അല്ലെ? PD = 3ക്ക് 7 കൂട്ടുമ്പോൾ 10. ഇത് നമുക്ക് ആവശ്യം. PA, PB, PC, PD. PA എത്ര, PB എത്ര അറിയില്ല. പക്ഷെ PAയും PBയും കൂട്ടിയാൽ 13 ആണ്. ഇത് സൂത്രവാക്യം സമവാക്യം വണക്കാം. ABCD 2 ഞാണുകൾ Pയിൽ കൂട്ടിമുട്ടിയാൽ നമുക്ക് പറയാം PA × PB = PC × PD. Therefore PA × PB ആണ് PC × PD. PA × PB ഓരോന്നും അറിയില്ല, അതുകൊണ്ട് അതാണ് കാണുന്നത്. PCക്ക് പകരം കൊടുക്കുക. PCക്ക് 4. PDയോ? PDയോ 10. അപ്പൊ 4 × 10 40. എന്താ 40? നിങ്ങൾ എന്താ? PA × PB ആണ് 40 ആണോ?
പി എ ഇൻറ്റു പി ബി ഇത് രണ്ടും ഗുണിച്ചാൽ അല്ലെ പി എ ഇൻറ്റു പി ബി 40 അർത്ഥം എന്താ ഇതും രണ്ട് സംഖ്യകളാണ് ഗുണിച്ചാൽ 40. നേരത്തെ പറഞ്ഞു അത് രണ്ടും കൂട്ടിയാ 13 ഇത് രണ്ടും കൂട്ടിയാ 13 ആണ്. ഇപ്പൊ പറയുന്നത് രണ്ടും ഗുണിച്ചാല് 40 ഗുണിച്ചാൽ 40 കൂട്ടിയാൽ 13 കിട്ടും. അങ്ങനെയുള്ള സംഖ്യകളാണ് നമ്മുടെ ഉത്തരം. ഗുണിച്ചാൽ 40 4 10 ഗുണിച്ചാൽ 40 ഗുണിച്ചാൽ 40 മാത്രം പോരാ കൂട്ടിയാൽ 13 ആണ്. ഇത് ഗുണിച്ചാൽ 40 ഗുണിച്ചാൽ 40 വേറെ ടീം പറഞ്ഞ 4 10 പറഞ്ഞേ ബാക്കി വരുന്നത് 2 20 അല്ലെങ്കിൽ 1 40 അല്ലെ 8 5 40 ഇത് ഗുണിച്ചാൽ 40 ആണ്. ഒക്കെ ഗുണിച്ചതാണ്. കൂട്ടിയാൽ 13 വരണം. കൂട്ടിയാൽ 14 ആണ്. കൂട്ടിയാൽ 22 1 40 ഗുണിച്ചാൽ 40 പക്ഷെ കൂട്ടിയാൽ 8 5 ഗുണിച്ചോക്ക 40 കൂട്ടിയോക്ക 13 അല്ലെ. അപ്പൊ 8ഉം 5ഉം ആണ് എന്ത് പ്രത്യേകത കൂട്ടിയാൽ 13ഉം ഗുണിച്ചാൽ 40ഉം ചേർന്ന സംഖ്യ. അപ്പൊ ഈ രണ്ട് കഷ്ണങ്ങളിൽ ഒന്ന് 8 ആണ് മറ്റേത് 5. കണ്ടാൽ അറിയാം ഇതാണ് ചെറുത് ഇതാണ് വലുത്. 8 ഏതാ 5 ഏതാ മനസ്സിലാവും. ചെറുത് 5 ആണ് അല്ലെ. അപ്പൊ അത് 5 ആണ്. ഇതോ 8 ആണ്. ഈ രണ്ട് സമവാക്യം നമുക്ക് മനസ്സിലാക്കാം. പി എ ആണ് ഇത് ചെറുത് ആരേക്കാൾ പി ബി യേക്കാൾ. പി എ ചെറുതാണ് പി ബി യേക്കാൾ. അപ്പൊ ആരെ പി എ ചെറുതെടുക്കാം. പി എ സമം പി എ നമുക്ക് 5 എടുക്കാം. പി ബി ആരെടുക്കാം 8 ആയി. അപ്പൊ ഈ രണ്ട് കഷ്ണങ്ങളും ഇതോടുകൂടി സർക്കിൾസ് എന്ന ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കാം. അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററുമായിട്ട് നമുക്ക് തിരിച്ചു. ഓക്കെ.